UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിനായി 100 കണക്കിന് പ്രവർത്തകർ രാവിലെ തന്നെ KSRTC ജംഗ്ഷനിൽ എത്തിയിരുന്നു. തന്റെ മാതാവ് ഏലിയമ്മ വർഗീസിന്റെ അനുഗ്രഹം വാങ്ങിയാണ് UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അന്തരിച്ച പിതാവ് TV വർഗീസിന്റെ കല്ലറയിലും ഇടവക പള്ളിയായ പിണ്ടവന സെന്റ് ജോൺസ് പള്ളിയിലും കോതമംഗലത്തെ വിവിധ ദേവാലയങ്ങളിലും പ്രാർത്ഥന നടത്തി. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ സന്ദർശിച്ച ശേഷമാണ് പത്രികാ സമർപ്പണത്തിനായി അദ്ദേഹം താലൂക്ക് തഹസിൽദാർ ഓഫീസിൽ എത്തിയത്. പത്രികാ സമർപ്പണത്തിന്റെ നിബന്ധനയനുസരിച്ച് നേതാക്കളായ KP ബാബു, ഷമീർ പനിക്കൽ, ഇബ്രാഹിം കവലയിൽ, മാത്യു ജോസഫ് എന്നിവരാണ് പത്രികാ സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക കൊടുത്തു. UDFന്റെ എല്ലാ നേതാക്കന്മാരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഐക്യജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു ദുർഭരണം അവസാനിപ്പിച്ച് സൽഭരണത്തിലേക്കുള്ള വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, കോതമംഗലം നിയോജകമണ്ഡലം കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ നിയോജകമണ്ഡലത്തെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് ഷിബു തെക്കുംപുറത്തിൻ്റെ വിജയമല്ല, കോതമംഗലത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും ജനങ്ങളുടെയും വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ നിലയിൽ ശക്തമായി ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി ഉജ്ജ്വല വിജയം നേടും. പത്രികാ സമർപ്പണത്തിനായി 100 കണക്കിന് പ്രവർത്തകർ നേരത്തെ തന്നെ KSRTC ജംഗ്ഷനിൽ എത്തിയിരുന്നു. UDF ചെയർമാൻ TU കുരുവിള, കൺവീനർ ബോബൻ ജേക്കബ്, UDF നേതാക്കളായ ബാബു ഏലിയാസ്, PK മൊയ്തു, PM സക്കറിയ, അബു മൊയ്തീൻ, MS എൽദോസ്, AT പൗലോസ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വൈസ് ചെയർമാൻ പ്രിൻസ് വർഗി, AC രാജശേഖരൻ, ബാബു പോൾ, PC ജോർജ്, എൽദോസ് കീച്ചേരി, ആന്റണി പാലക്കുഴി, ജോമി തെക്കേക്കര, PK ചന്ദ്രശേഖരൻ നായർ, NC ചെറിയാൻ, സത്താർ വട്ടക്കുടി, MM അഷ്റഫ്, ജോർജ് അമ്പാട്ട്, AG അനൂപ്, മാമച്ചൻ ജോസഫ്, MK വേണു, അനൂപ് കാസിം, KE കാസിം, പീറ്റർ മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.